ഹലോ കൂട്ടുകാരെ, PC ക്യാപ്സൂൾ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് വേർഡ്സിൻ്റെ ഒരു 10 വാക്കിൻ്റെ സിനോണിംസും അനോണിംസും ഒരുമിച്ചാണ് നോക്കാൻ പോകുന്നത്. വാക്കിൻ്റെ മീനിങ്ങും സിനോണിംസും അനോണിംസും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് എഗ്രി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? യോജിക്കുകയാണ്. നമ്മൾ യോജിക്കുക, ഒരു കാര്യത്തോട് എഗ്രി ചെയ്യുക എന്ന് പറഞ്ഞാൽ യോജിക്കുക. അതിൻ്റെ അർത്ഥം എന്തുവാണ്? അലോ അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ യോജിക്കുക. അതിൻ്റെ അനോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, വിപരീത പദം. അനോണിംസ് എന്താണ്? ഡിസഗ്രി. അലോ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഒരു കാര്യം പറയുമ്പോൾ അതിനോട് സമ്മതം മൂടുക, അലോ ചെയ്യുക, അനുവദിക്കുക എന്നൊക്കെയാണ്. ഡിസഗ്രി എന്നത് പറഞ്ഞാൽ അലോ ചെയ്യാതെ ഇരിക്കുക, എഗ്രി ചെയ്യാതെ ഇരിക്കുക. അഡ്മിറ്റ്, റെഫ്യൂസ്. അപ്പോൾ എഗ്രിയുടെ സിനോണിംസ് ചോദിച്ചാൽ അലോ എന്നും അഡ്മിറ്റ് എന്നും പറയാം. ഓപ്പോസിറ്റ്, അതായത് അനോണിംസ് ചോദിച്ചാൽ ഡിസഗ്രി എന്നും പറയാം, റെഫ്യൂസ് എന്നും പറയാം. അപ്പോൾ രണ്ട് വേർഡും പഠിച്ചു വെക്കണം. എക്സാമിന് എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് അറിയില്ല. നെക്സ്റ്റ്, അപ്പം എഗ്രി, സിനോണിംസ് അലോ, അഡ്മിറ്റ്, അനോണിംസ് ഡിസഗ്രി, റെഫ്യൂസ്. ഇനി നെക്സ്റ്റ് വാക്കിലോട്ട് പോകാം. എബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കഴിവിനാണ് എബിലിറ്റി എന്ന് പറയുന്നത്. എബിലിറ്റിക്ക് പറയുന്ന വേറെ പേരാണ് കാപ്പബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി. എന്ന് പറഞ്ഞാൽ എബിലിറ്റിയുടെ സിനോണിംസ് ആണ്. അപ്പോൾ അതിൻ്റെ അനോണിംസ് എന്താണ്? ഇൻഎബിലിറ്റി, എബിലിറ്റി ഇല്ലാത്ത അവസ്ഥ, ഇൻഎബിലിറ്റി. ഇമ്പോർട്ടൻസ് അല്ല, ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റിയുടെ ഒരു അനോണിംസ് ആണ് ഇമ്പോർട്ടൻസ്, IMPOTENCE, ഇമ്പോർട്ടൻസ്. അപ്പോൾ എബിലിറ്റി അനോണിംസ് ചോദിക്കുകയാണെങ്കിൽ കേപ്പബിലിറ്റി, കപ്പാസിറ്റി. സിനോണിംസ് ചോദിക്കുകയാണെങ്കിൽ കാപ്പബിലിറ്റി, കപ്പാസിറ്റി. അനോണിംസ് ചോദിക്കുകയാണെങ്കിൽ ഇന്നബിലിറ്റി, ഇമ്പോർട്ടൻസ്. ഒന്നും കൂടെ പറയാം. എഗ്രിയുടെ സിനോണിംസ് എന്താണ്? അലോ, അഡ്മിറ്റ്. അനോണിംസ് ഡിസഗ്രി, റെഫ്യൂസ്. എബിലിറ്റിയുടെ സിനോണിംസ് കാപ്പബിലിറ്റി, കപ്പാസിറ്റി. എന്നാൽ അനോണിംസ് ഇൻഎബിലിറ്റി, ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് വേർഡ് എലൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവനുള്ളത്. അതിൻ്റെ സിനോണിംസ് എവേക്ക്. നമുക്ക് ഒന്നിനെപ്പറ്റി എവേക്ക് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി അറിവുണ്ടായിരിക്കണം. കോൺഷ്യസ്, എവേക്ക് എന്ന് പറഞ്ഞാലും കോൺഷ്യസ് എന്ന് പറഞ്ഞാലും ജീവനുള്ള, എന്ന് പറഞ്ഞാൽ ജീവനുള്ളതിൻ്റെ ഒരു സിനോണിംസ് ആയിട്ട് പറയാം. കോൺഷ്യസ്, നമ്മൾ ശ്രദ്ധിച്ച് അവെയർ ആയിരിക്കുക എന്നൊക്കെ പറയില്ലേ, അത്. ഡെഡ് എന്ന് പറഞ്ഞാൽ അവേക്കിൻ്റെ അനോണിംസ് ആണ് ഡെഡ്. അവേക്കിൻ്റെ അനോണിംസ് ആണ് ഡെഡ്. കോൺഷ്യസിൻ്റെ ഓപ്പോസിറ്റ് അനോണിംസ് അൺകോൺഷ്യസ്. അപ്പം നമുക്ക് എലൈവിൻ്റെ ഓപ്പോസിറ്റ് അനോണിംസ് ചോദിച്ചാലും ഓപ്ഷനെ അൺകോൺഷ്യസ് ഉണ്ടെങ്കിൽ എഴുതാം. എല്ലാം ഏകദേശം മീനിങ് വരെയാണ്. അനോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റാണ്, എലൈവിൻ്റെ അനോണിംസ് അൺകോൺഷ്യസ് ആണ്. നെക്സ്റ്റ്, ബോൾഡ് എന്ന് പറഞ്ഞാൽ നിർഭയമായ, നമ്മൾ ബോൾഡായിട്ട് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അതെന്ന് പറഞ്ഞാൽ ഭയം ഇല്ലാതെ നിൽക്കുക, നിർഭയമായ. അഡ്വെഞ്ചറസ് എന്ന് പറഞ്ഞാൽ ബോൾഡിൻ്റെ ഒരു സിനോണിംസ് ആണ് ബ്രേവ്, ധൈര്യപൂർവ്വം. ടിമിഡ്, ബ്രേവിൻ്റെ ഓപ്പോസിറ്റ് ചോദിച്ചാലും ടിമിഡ് എന്ന് എഴുതാം. അതേപോലെ തന്നെ ബോൾഡിൻ്റെ ഓപ്പോസിറ്റ് ചോദിച്ചാലും അനോണിംസ് ചോദിച്ചാലും ടിമിഡാണ്. ഫിയർഫുൾ, ഭയം നിറഞ്ഞ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ഓപ്പോസിറ്റാണ്? ബോൾഡിൻ്റെ ഓപ്പോസിറ്റ്. ഇത് ഏത് വേണമെങ്കിലും അനോണിംസ് എന്നും ചിലപ്പോൾ എക്സാമിന് ഓപ്പോസിറ്റ് എന്ന് ചോദിക്കും. ടിമിഡ്, ഫിയർഫുൾ എന്ന് പറഞ്ഞാലും ബോൾഡാണ്. ഇനി ബ്രോഡ് എന്തുവാണ്? ബ്രോഡ്, വിശാലമായ വാസ്റ്റായിട്ടുള്ള. ലാർജ് എന്ന ബ്രോഡിന് ലാർജ് എന്ന് പറയുന്ന ഒരു അർത്ഥവും കൂടെ ഉണ്ട്. ഇപ്പോൾ ലാർജ്, ബ്രോഡിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ അനോണിംസ് നോക്കുമ്പോൾ നാരോ ആണ് പ്രധാനമായിട്ട് കാണുന്നത്. നാരോ, തിന്നെന്ന് പറഞ്ഞാലും ബ്രോഡിൻ്റെ അനോണിംസ് ആണ്. വാസ്റ്റ്, ലാർജ് എന്ന് പറഞ്ഞാൽ സിനോണിംസ് ആണ് ബ്രോഡിൻ്റെ. നാരോ, തിൻ എന്ന് പറഞ്ഞാൽ ബ്രോഡിൻ്റെ അനോണിംസ് ആണ്. അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അമെൻമെൻറ്റ് ഭേദഗതി, മോഡിഫിക്കേഷൻ, എന്തെങ്കിലും ഒരു ചേഞ്ച് വരിക, മോഡിഫിക്കേഷൻ ചെയ്യുക.
അതിനെയാണ്. അപ്പോൾ അമെൻമെൻറ്റിൻ്റെ സിനോണിംസ് എന്ന് പറയുന്നത് മോഡിഫിക്കേഷനാണ്. ഇനി ഒപ്റ്റിമിസ്റ്റ് എന്തുവാ? ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസിയെയാണ് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ശുഭാപ്തി വിശ്വാസമുള്ള ആളിനെയാണ് ഒപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞത്. അതിൻ്റെ സിനോണിംസ് ഐഡിയലിസ്റ്റാണ്. ഐഡിയലിസ്റ്റ് സിനോണിംസ് ഏതിൻ്റെ സിനോണിംസാണ്? ഒപ്റ്റിമിസ്റ്റ്. അതിൻ്റെ അനോണിംസ് എന്താണ്? പെസ്സിമിസ്റ്റ്. ഐഡിയലിസ്റ്റിൻ്റെയും ഒപ്റ്റിമിസ്റ്റിൻ്റെയും അനോണിംസ് പെസ്സിമിസ്റ്റാണ്. അനോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് തിരിഞ്ഞു പോവല്ല. ആർട്ടിഫിഷ്യൽ കൃത്രിമമായ എന്ന മലയാള അർത്ഥത്തിൽ വരുന്ന ഒരു ഇംഗ്ലീഷ് പദമാണ് ആർട്ടിഫിഷ്യൽ. റിയൽ അല്ലാത്തത്. സിന്തറ്റിക്, മായം കലർന്ന. സിന്തറ്റിക് എന്നുള്ളത് ആർട്ടിഫിഷ്യലിൻ്റെ സിനോണിംസാണ്. നാച്ചുറലാണ് അനോണിംസ്. ആർട്ടിഫിഷ്യലിൻ്റെ അനോണിംസ് നാച്ചുറൽ. ഏലിയൻ എന്ന് പറഞ്ഞാൽ വിദേശി എന്നാണ് അർത്ഥം. ഫോറിനർ, ഔട്ട്സൈഡർ എന്നൊക്കെ പറയും. സിനോണിംസ് എന്താണ്? ഫോറിനർ, ഔട്ട്സൈഡർ എന്നൊക്കെ പറയുന്നത് ഏലിയൻ്റെ സിനോണിംസാണ്. നേറ്റീവ്, റെസിഡൻറ്റ് എന്നെല്ലാം പറയുന്ന എന്താണ്? അനോണിംസാണ്. ഫോറിനർ, ഔട്ട്സൈഡർ എന്നൊക്കെ പറയുന്ന ഏലിയൻ്റെ സിനോണിംസും നേറ്റീവ്, റെസിഡൻ്റ് എന്ന് പറയുന്ന അനോണിംസുമാണ്. ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ അഭാവം. ഒന്നിൻ്റെ ലാക്ക് എന്നൊക്കെ പറയില്ലേ, ഒന്നില്ലാത്ത അവസ്ഥ. ആബ്സെൻസ് അഭാവം. വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പോസ്റ്റിൽ ഒരാൾ ഇല്ലെന്നല്ലേ അർത്ഥം. ആണ് ആബ്സെൻസ് എന്ന് പറയുന്നത്. വേക്കൻസിയുടെ അനോണിംസ് ആണ് പ്രസൻസ്, എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്. ആബ്സെൻറ്റിൻ്റെ അനോണിംസ് പ്രസൻസ്, എക്സിസ്റ്റൻസ് എന്നിവയാണ്. ഒന്നുകൂടെ പറയാം. എഗ്രി സിനോണിംസ് അലോ, അഡ്മിറ്റ്, ഡിസഗ്രി, റെഫ്യൂസാണ്. അതിൻ്റെ അനോണിംസ് എബിലിറ്റി, കഴിവ്, കേപ്പബിലിറ്റി, കപ്പാസിറ്റിയാണ് സിനോണിംസ്. ഇന്നബിലിറ്റി, ഇമ്പോർട്ടൻസ് ആണ് അതിൻ്റെ അനോണിംസ്. അലൈവ്, എവേക്ക്, കോൺഷ്യസ് അനോണിംസ്. ഡെഡ്, അൺകോൺഷ്യസ്. ബോൾഡ്, നിർഭയമായ. അഡ്വഞ്ചറസ്, ബ്രേവ് സിനോണിംസാണ് അനോണിംസ്. ടിമിഡ്, ഫിയർഫുൾ. ബ്രോഡ്, വിശാലമായ. വാസ്റ്റ് ആൻഡ് ലാർജ്, നാരോ, തിൻ അതിൻ്റെ അനോണിംസാണ്. അമെൻമെൻറ്റ്, മോഡിഫിക്കേഷൻ ആണ് അതിൻ്റെ സിനോണിംസ്. ഒപ്റ്റിമിസ്റ്റിൻ്റെ സിനോണിംസ് ഐഡിയലിസ്റ്റ് ആൻഡ് പെസ്സിമിസ്റ്റ് എന്നാണ് അനോണിംസ്. പിന്നെ ആർട്ടിഫിഷ്യൽ, അൺറിയൽ ആൻഡ് സിന്തറ്റിക് ആണ് സിനോണിംസ്. അനോണിംസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ. ഏലിയൻ, വിദേശിയുടെ സിനോണിംസ്. ഏലിയൻ്റെ സിനോണിംസ് എന്ന് പറഞ്ഞാൽ ഫോറിനർ, ഔട്ട്സൈഡർ. അനോണിംസ് എന്ന് പറഞ്ഞാൽ നേറ്റീവ്, റെസിഡൻറ്റ്. ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിനോണിംസ് വേക്കൻസി എന്നാണ്. അനോണിംസ് പ്രസൻസ്, എക്സിസ്റ്റൻസ്. നിങ്ങൾ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.